അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അങ്ങനെ റമദാൻ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. അപ്പം ദുആക്ക് എല്ലാവരും ഓതുന്നുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ റമദാൻ 10-ാം ദിവസത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കാനായിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയത് ചിക്കൻ നൂഡിൽസ് ചട്ടിപ്പത്തിലാണ്. പിന്നെ എഗ് ഫ്രൈ ഉണ്ട്. അതേപോലെ നാസ്തക്ക് വേണ്ടിയിട്ട് ഒറോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറോട്ടിക്ക് കറിയായിട്ട് വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കിയത്. സിമ്പിൾ സാധാരണ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ സ്റ്റൂവും പിന്നെ ചിക്കൻ റോസ്റ്റും ആണ്. ചിക്കൻ റോസ്റ്റ് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കിയത്. ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതെ ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ടാക്കുന്നത് നമുക്ക് കാണാം. മെന്നാന്ന് നമ്മൾ ഡൗൺ ടൗണിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതായത് സെലറിയാണിത്. അപ്പം ഇത് നമ്മൾ സാധാരണ മല്ലിയിലൊക്കെ ഇടുന്നത് പോലെ അങ്ങനെ കറിയിലും മസാലയിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് കട്ട് ചെയ്തപ്പം മുള വരുന്നുണ്ട്. അപ്പം എന്തായാലും അത് മുളച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒരു ചട്ടിയിൽ അങ്ങ് കുഴിച്ചിട്ടതാണ്. വരുന്നെങ്കിൽ ആവട്ടെ അല്ലേ. അപ്പോൾ ആദ്യം ഞാനിപ്പം ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് ചിക്കൻ മസാല ഒന്ന് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടൊരു 15ഓളം കുഞ്ഞുള്ളിയും 4-5 പച്ചമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 3-4 കാന്താരിയും കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ആ ഒരു മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അരച്ചെടുക്കാത്തതാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഞാനിപ്പം പൊടിയാണ് എടുത്തത്. അല്ലാതെ നമ്മൾ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സ്പൈസസ് ഒക്കെ കുറച്ച് കുറച്ചായി എടുത്തിട്ട് അരക്കുന്ന കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലങ്ങ് പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്നങ്ങ് പുരട്ടിയെടുക്കാം. നമ്മളിവിടെ സാധാ മുളക് പൊടി പകുതിയും അതുപോലെ കാശ്മീരി മുളക് പൊടി പകുതിയും ചേർത്തിട്ട് മിക്സാക്കിയിട്ടാണ് പൊടിപ്പിച്ചെടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് എരിവ് ബാലൻസ് ആയിരിക്കും, അതുപോലെ കളറും നന്നായിട്ടുണ്ടാവും. ഇപ്പം ചിക്കനിലേക്കെല്ലാം മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം വലിയ പീസായ കാല് ഞാനിപ്പം ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, മസാലയൊക്കെ അങ്ങ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് കറിവേപ്പില മുകളിൽ വിതറിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇതിവിടെ മാരിനേഷന് നിൽക്കുന്ന സമയത്ത് വെജിറ്റബിളിൻ്റെ ഒരു സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, 4-5 പച്ചമുളക്, മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ബിരിയാണി ഇല, മല്ലിയില ലാസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കുകയാണ്. നമ്മൾ പൊതുവേ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ആയാലും ബീഫായാലും ചിക്കൻ ആയാലും അതിലൊരു ഉരുളക്കിഴങ്ങ് കൂടുതൽ ഇടുന്നത് ഒരു ശീലമാണ്. അപ്പം എല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബിരിയാണി ഇല ഇട്ടിട്ടുണ്ട്. ബിരിയാണി ഇല ഇടുമ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പേസ്റ്റാണ് ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ ഗ്യാസ് ട്രബിളിന് വെളുത്തുള്ളി നല്ലതാണ്. ഇനി എല്ലാം ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റൂവിലേക്ക് പച്ചമുളകല്ലാതെ എരിവിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എരിവിന് എത്ര വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 5-8 മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ആ നെയ്യിലൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2ാം പാലും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കാം.
ഞാനിപ്പോൾ ഒരു 5-8 മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും രണ്ടാം പാലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് ഏകദേശം ഒരു ഗ്ലാസ്സോളം രണ്ടാം പാലുണ്ടാവും. ബാക്കിയുള്ളത് പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് മുങ്ങുന്ന കണക്കിന് വേവുന്ന കണക്കിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പം സ്റ്റൂവിന് വേണ്ടിയിട്ട് തേങ്ങയുടെ മുമ്പാൽ എടുക്കുന്നില്ല. തേങ്ങയും കുറച്ച് കാഷ്യൂവും കൂടെ അരച്ചിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുമ്പാൽ ഞാൻ എടുക്കുന്നത് ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതൊരു 1.5-2 ഗ്ലാസ്സോളം ഉണ്ടാവും. അരക്കപ്പ് തേങ്ങയും കുറച്ച് കാഷ്യൂ ഇട്ട് നന്നായിട്ടൊന്നങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പം വെജിറ്റബിൾസ് വേവുന്നത് വരെ നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഈ സമയം ഞാൻ ചട്ടിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് കലക്കിയെടുക്കാം. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്താൽ മതി. അപ്പം കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ ബാറ്ററായിട്ട് കിട്ടും. ഇപ്പം നല്ല ഫൈൻ ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ദോശയായിട്ട് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോ തവിയായി ഇട്ടിട്ട് ദോശ പരത്തി ചുട്ടെടുക്കാം. മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നാൽ അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിപ്പം എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ദോശ ചുട്ടെടുത്തപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നത് ഗ്രേവി നല്ലൊരു തിക്കായിട്ട് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ കാഷ്യൂ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിത് പൊട്ടാറ്റോ ആണ്, കാഷ്യൂവും തേങ്ങയും കൂടെ അരച്ചിട്ടതാണ്. അപ്പം ഗ്രേവി നല്ല തിക്കാവും. തിളച്ച് വരുമ്പം ഒന്നങ്ങ് തിക്കാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചൂടാറിയാലും ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ ഇത് പിന്നെ തിളപ്പിച്ചെടുക്കരുത്, ഒന്ന് ചൂടാക്കിയാൽ മതി. ഞാനിപ്പം തേങ്ങ അരച്ചിട്ടാണല്ലോ ഇട്ടത്, അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. മുകളിൽ കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. ഞാനിപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശയുടെ ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നൂഡിൽസ് ചട്ടിപ്പത്തിലാണല്ലോ, അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ആ ഇൻസ്ട്രക്ഷൻ കണ്ടതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദോശയുടെ ബാറ്ററിയിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു കുഴിയുള്ള പാത്രമല്ല, ഞാനിപ്പോൾ ഒരു പരന്നൊരു പ്ലേറ്റിലേക്ക് ഈ ഒരു ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇതിൽ മുക്കിയിട്ടാണല്ലോ നമ്മൾ ഓരോ ദോശയും ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ നന്നായിട്ട് അങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്നങ്ങ് തടവിയെടുക്കാം. എന്നിട്ട് ഓരോ ദോശയും ആദ്യം ഈ മുട്ടയിലൊന്ന് നന്നായി മുക്കിയെടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ദോശയിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ സാധാരണ ഇറച്ചിപ്പത്തലിന് ഉണ്ടാക്കുന്ന ചിക്കൻ മസാല തന്നെയാണ്. ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഇത് നന്നായിട്ടൊന്നങ്ങ് ദോശ മുഴുവനായിട്ടും ഈ മസാല പരത്തി വെച്ച് കൊടുത്തിട്ട് വേറൊരു ദോശ ഒന്നുകൂടെ മുട്ടയിൽ മുക്കിയിട്ട് ഈ മസാലയുടെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നൂഡിൽസ് വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം ആ സൈഡിലൊന്നും ആവാതെ നടുഭാഗത്ത് മാത്രം അങ്ങ് പരത്തിയാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. ഓരോ ദോശയുടെ ഇടയിലും നൂഡിൽസും ചിക്കൻ്റെ മസാലയും മാറി മാറി വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പം 5 ലെയറായിട്ടാണ് ഇതുണ്ടാക്കിയത്. നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയർ ആക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മുട്ട കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്യാം. എന്നിട്ടത് ഈ പാനിൻ്റെ മുകളിലേക്കായിട്ട് സൈഡിലൊക്കെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഉള്ളിലേക്കൊക്കെ അങ്ങ് പോയിട്ട് നല്ല കോട്ടിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി മുകളിൽ കുറച്ച് ക്യാപ്സിക്കം കുക്കുംബറൊക്കെ വെച്ചിട്ട് അലങ്കരിക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിച്ചിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസാക്കി അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് അലങ്കരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷിങ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പം ഞാനിതൊരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റോളം മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പം കുക്കായി വന്നിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗം കുറച്ചൊന്ന് ആറി കിട്ടണം. അതിനായിട്ട് ഞാനിപ്പം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ചിക്കൻ ചട്ടിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇനിയിപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി മാരിനേറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് അരച്ച് ചേർത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള
സവാള വലിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നാടൻ ടേസ്റ്റിനൊക്കെ കുഞ്ഞുള്ളിയാണല്ലോ ഏറ്റവും നല്ലത്. അപ്പം ഞാനിതിപ്പം എണ്ണയിലല്ല ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, തേങ്ങാപ്പാലിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം 1.5-2 കപ്പോളം തേങ്ങാപ്പാലുണ്ടാവും. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പം ഈ തേങ്ങാപ്പാൽ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ചിക്കനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട്. അപ്പോൾ ആദ്യം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. തേങ്ങാപ്പാലിൽ ഈ മസാലയും ചിക്കനും ഒക്കെ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4-5 മിനിറ്റ് അടച്ച് വെക്കാം. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊക്കെ വെന്ത് വരുന്നുണ്ട്. ഈ ഗ്രേവി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഈ ഗ്രേവി വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടും. നോൺ സ്റ്റിക്ക് പാനിനെക്കാട്ടിലും ഇതുപോലെ ഒരു അടികട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാകുമ്പം നമ്മുടെ ഗ്രേവി വറ്റി കിട്ടാനായിട്ട് എളുപ്പമാണ്. അപ്പം ഞാനിപ്പോൾ അതിനിടയ്ക്ക് ഒറോട്ടി ചുടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഒറോട്ടി ചുടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്നങ്ങ് ഇളക്കി വറ്റിച്ചെടുത്താൽ മതിയല്ലോ. ഇപ്പം കണ്ടോ, ചെറുതായിട്ട് ആ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ വറ്റി വരുമ്പം എണ്ണ മുകളിലേക്ക് തെളിയുന്നത് കാണാം. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. ശരിക്ക് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ നല്ല ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഗ്രേവി ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതേ പാകത്തിന് മതി എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില മുകളിൽ അങ്ങ് വിതറി കൊടുത്താൽ മതി. ഞാനിപ്പം കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്നങ്ങ് ഡ്രൈ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില അങ്ങ് വിതറി കൊടുക്കാം. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു നാടൻ എണ്ണയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടേ ഇല്ല. ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും ശരിക്കും പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ. അപ്പം കുറേ ദിവസമായിട്ട് ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു റെസിപ്പി നിഷ മാഡത്തിൻ്റെത് കണ്ടപ്പോൾ തൊട്ടിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പം താങ്ക്സ് ടു നിഷ മാം. ഈ ഒരു ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് പണിയൊന്നുമില്ല. കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം, കുറച്ച് തേങ്ങാപ്പാലും വേണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ ഇവിടെ റെഡിയായി. അടിപൊളി ചിക്കൻ റോസ്റ്റ്, അതുപോലെ എഗ് ഫ്രൈ, ഒറോട്ടി, വെജ് സ്റ്റൂ, നൂഡിൽസ്, ചിക്കൻ ചട്ടിപ്പത്തിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്നും ഒരു പുതിയ പുതിയ റെസിപ്പീസ് ഇടാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ തന്നെയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അഭിപ്രായം പറയാൻ മെയിൽ ID എല്ലാവർക്കും അറിയാമായിരിക്കും, mymoonskitchen@gmail.com. നല്ലൊരു നോമ്പുതുറ എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ റെസിപ്പീസുമായി ഇന്നത്തെ നോമ്പുതുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൻ. താങ്ക് യു.